ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഒരു പുതിയൊരു വർഷം പിറന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പുതിയ വർഷത്തിൽ എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഒക്കെ ഉള്ളൊരു ലൈഫ് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് ഒരു ബിരിയാണിയുടെ റെസിപ്പിയാണ്, ഞാൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. പലരും പല രീതിയിലായിരിക്കും ഉണ്ടാക്കുന്നുണ്ടാവുക. എൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ 1.5 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇത് മൂന്നും ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയാണ് കേട്ടോ. നല്ല പഴുത്ത തക്കാളി നോക്കി ചേർത്ത് കൊടുക്കുക. പിന്നീട് ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പുതിന, മല്ലിച്ചപ്പ് ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എല്ലാ സ്പൈസസും യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി ഇതൊക്കെ കുറച്ച് ചേർത്ത് കൊടുക്കണം. ഓവറായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മസാല നന്നായിട്ട് കുത്തൽ വരും, അതുകൊണ്ടാണ്. പിന്നെ അതിലേക്ക് കുറച്ച് ബിരിയാണി മസാലയും പിന്നെ കുറച്ച് ഗരം മസാലയും കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം ലാസ്റ്റ് നമുക്ക് തൈര് ഒഴിച്ച് കൊടുക്കണം. ആവശ്യത്തിന് തൈര് ഒഴിച്ച് കൊടുത്ത് ഉപ്പൊക്കെ കറക്റ്റാണോ നോക്കിയിട്ട് കൈ കൊണ്ട് തന്നെ തിരുമ്പിയെടുക്കണേ. സ്പൂൺ ഒരിക്കലും യൂസ് ചെയ്യരുത്. കൈ കൊണ്ട് ആ തക്കാളിയിലെ ഉള്ളിലുള്ള നീരൊക്കെ അതിലേക്ക് ഇറങ്ങി വരണം. ഇനി ഇത് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഞാനിത് ചെറിയ തീയിൽ വേവിച്ചെടുക്കുന്നുണ്ട്. അതവിടെ വെന്ത് വരുന്ന സമയമാകുമ്പോഴേക്കും ഞാൻ ഉള്ളി വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. ഉള്ളി ചെറിയ വളരെ തിന്നായിട്ട് അരിഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം. എന്നിട്ട് കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്ത് നമുക്ക് വറുത്തെടുക്കാം. ഓയിലിൽ കുറച്ച് നെയ്യും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉള്ളി ഈ ഒരു കളറായി ഗോൾഡൻ ബ്രൗൺ കളറായി വരുമ്പോൾ വറുത്തെടുക്കുക കേട്ടോ. ഇങ്ങനെ വറുത്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉള്ളി നല്ല ടേസ്റ്റായിട്ട് കിട്ടും കേട്ടോ. പിന്നെ ഇതേ എണ്ണയിലേക്ക് തന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്ത് കോരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ചിക്കനൊക്കെ ഏകദേശം സെറ്റായി, വെള്ളമൊക്കെ പാകമായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പുറത്ത് ഞാൻ ചോറ് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കുക്കറിലാണ് കേട്ടോ ചോറ് വേവിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഇടുന്നതെന്ന് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഞാൻ കൈമ റൈസാണ് എടുത്തിട്ടുള്ളത്. ഒരു വിസിലിനാണ് കേട്ടോ വേവിച്ചെടുത്തിട്ടുള്ളത്. 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്ന കണക്കിലാണ്. അപ്പോൾ ഞാൻ സെക്കൻഡ് ട്രിപ്പ് വേവിക്കുന്നുണ്ട്. അതിൽ ഞാൻ സെയിം അത് തന്നെയാണ് ഇടുന്നത്. പട്ട, ഗ്രാമ്പൂ, ഏലക്കായ, അതുപോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചിട്ടില്ലേ അതും പിന്നെ കുറച്ച് നെയ്യും ഇട്ട് കൊടുത്ത് നമ്മൾ ഊറ്റി വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുത്ത് വേവിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഒരു വിസിൽ മാത്രമേ വേവിച്ചെടുക്കുന്നുള്ളൂ. അപ്പോൾ നമ്മളെ ചിക്കനും ചോറൊക്കെ നന്നായിട്ട് സെറ്റായി വന്നപ്പോൾ നമ്മൾ ദം ചെയ്യാണ് കേട്ടോ. ദം ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ചിക്കൻ ഇട്ടു, പിന്നെ ഹാഫ് പോർഷൻ റൈസ് ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ഉള്ളിയും സംഭവങ്ങളും പുതിനയും ഒക്കെ ഇട്ട് കൊടുത്തു. പിന്നെ മുകളിൽ നമ്മൾ ഗരം മസാല കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. വീട്ടിൽ തന്നെ പൊടിച്ച മസാല ആവണേ. പിന്നെ ഞാൻ രണ്ടാമത്തെ പോർഷൻ റൈസ് ഇട്ട് കൊടുത്തു. രണ്ടാമത്തെ പോർഷൻ റൈസിലാണ് നെയ്യ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത കാര്യങ്ങൾ. ഇനി ഇത് ഒരു അരമണിക്കൂർ എന്ത് ചെയ്യുക, നമ്മൾ നന്നായിട്ട് ദം ചെയ്യാൻ വേണ്ടി വെക്കണം. ദം ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും വെയിറ്റ് മുകളിൽ വെക്കുക കേട്ടോ. അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ തുറന്ന് നോക്കുന്ന സമയത്ത് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ അതൊന്ന് വരിക. അപ്പോൾ ഞാനിങ്ങനെയാണ് ബിരിയാണി ഉണ്ടാക്കാറ്. ഞാൻ വേറെ രീതിയിലും ബിരിയാണി ഉണ്ടാക്കാറുണ്ട്. ഇത് ഒരു രീതിയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കുമ്പോൾ നമ്മൾ കോഴിക്കോടൻ സ്റ്റൈലിലൊരു ടേസ്റ്റാണ് കേട്ടോ വരിക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.